നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇക്കഴിഞ്ഞ CPO പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യത്തെ ക്ലാസ് ആണ്, പാർട്ട് 1. എല്ലാ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക, പറയുന്ന ഓരോ പോയിന്റ്സും ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 4ഉം ആണ്. രണ്ടാമത്തെ പ്രസ്താവന: സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. നാലാമത്തെ പ്രസ്താവന: സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്നതാണ്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, കൂടാതെ SCERT +2 ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. +2 SCERT ഹിസ്റ്ററി ചാപ്റ്റർ 11 കലാപകാരികളും രാജും 1857 കലാപവും അതിന്റെ ചിത്രീകരണങ്ങളും എന്ന ചാപ്റ്ററിലെ സൈനിക സഹായ വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച വർഷം 1798. 1798 സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. വെല്ലസ്ലി പ്രഭു. എന്താ ഈ സൈനിക സഹായ വ്യവസ്ഥ? ആക്രമണത്തിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് ആവിഷ്കരിച്ച നയങ്ങളിൽ ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥ. ആക്രമണത്തിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് ആവിഷ്കരിച്ച നയങ്ങളിൽ ഒന്നാണ് ഏത്? സൈനിക സഹായ വ്യവസ്ഥ. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പോയിന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് +2 ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ പോയിന്റ്സ് ഇതൊക്കെയാണ്: ഈ വ്യവസ്ഥകൾ ഒപ്പുവെക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്. ഈ വ്യവസ്ഥകൾ ഒപ്പുവെക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. രണ്ടാമത്തെ പോയിന്റ്: ആ സൈന്യത്തിന്റെ ചെലവ് നാട്ടുരാജ്യത്തിലെ രാജാവ് നിർവഹിക്കേണ്ടതാണ്. ആ സൈന്യത്തിന്റെ ചെലവ് ആര് നിർവഹിക്കണം? നാട്ടുരാജ്യത്തിലെ രാജാവ് നിർവഹിക്കേണ്ടതാണ്. മൂന്നാമത്തെ പോയിന്റ്: ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിന്റെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും. നാലാമത്തെ പോയിന്റ്: ബ്രിട്ടീഷുകാരുമായി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രവുമായോ ഭരണാധികാരിയുമായോ സന്ധി സംഭാഷണങ്ങളിലോ കരാറിലോ ഏർപ്പെടരുത്. ഇത്രയുമാണ് ഈ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് PSC ചോദിച്ച ചോദ്യമാണ്: ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി. അവധിനെ പറ്റി ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഡൽഹൌസി പ്രഭു. അവധിനെ കുറിച്ച് ഡൽഹൌസി പ്രഭു അഭിപ്രായപ്പെട്ടതാണ് എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ. അതായത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി. ഓർക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രത്തിന്റെ കാര്യം പറയുന്നുണ്ട്. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാ? തോമസ് ജോൺസ് ബാർക്കർ ആണ്. തോമസ് ജോൺസ് ബാർക്കർ. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാ? ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. ഇതൊക്കെ 1757 കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ ഈ ദത്തവകാശ നിരോധന നിയമം? ദത്തവകാശ നിരോധന നിയമം എന്നാൽ പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടാക്കുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യം
നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാ? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിവയാണ്. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ആര് സുരക്ഷ ഓഫർ ചെയ്തിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് ആര് തന്നെയാണ്? കമ്പനിയുടെ പ്രതിനിധികൾ തന്നെയാണ് നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏത്? ഉൾപ്പെടാത്തത് ജപ്പാനും ജർമ്മനിയുമാണ്. ജപ്പാനും ജർമ്മനിയും. ഉൾപ്പെട്ടവ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും ആണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെ? അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും. അച്ചുതണ്ട് സഖ്യം എന്നാൽ ആക്സിസ് പവേഴ്സ്, സഖ്യശക്തികൾ എന്നാൽ അലൈഡ് പവേഴ്സ്. ഈ രണ്ട് സഖ്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇവിടെ തന്നിരിക്കുന്ന ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പോൾ ജപ്പാനും ജർമ്മനിയൊക്കെ ഏതിനകത്താ വരുന്നത്? അച്ചുതണ്ട് സഖ്യത്തിലാണ് വരുന്നത്. ജപ്പാനും ജർമ്മനിയൊക്കെ ഏതിനകത്താ വരുന്നത്? അച്ചുതണ്ട് സഖ്യം, ആക്സിസ് പവേഴ്സിലാണ് വരുന്നത്. അപ്പൊ ആക്സിസ് പവേഴ്സ് എന്നാൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയാണ് സഖ്യശക്തികൾ. 1939 മുതൽ 1945 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. 1939 മുതൽ 1945 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം പെട്ടെന്ന് ആരംഭിക്കാനിടയായ സാഹചര്യം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ്. അപ്പോൾ പോളണ്ട് ആക്രമണത്തെ തുടർന്നാണ് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായി ലോക സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതാണ്? UNO ആണ്, അതായത് ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഏത് സംഘടന രൂപീകരിച്ചത്? ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ച വർഷം ഏതാ? 1945 ഒക്ടോബർ മാസം 24. 1945 ഒക്ടോബർ മാസം 24 ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെ? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. ത്രികക്ഷി സഖ്യം എന്നാൽ ട്രിപ്പിൾ അലയൻസ്. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം എന്നാൽ ട്രിപ്പിൾ എൻറ്റെൻറ്റി. ഈ രണ്ട് സഖ്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ത്രികക്ഷി സഖ്യം എന്നാൽ ആരൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവയാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെടുന്നതോ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയാണ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ആരുടെ ഭാഗത്തായിരുന്നു? ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗത്തായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി ഏത് സഖ്യത്തിലേക്ക് മാറി? ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലേക്ക് മാറി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെ? ഉൾപ്പെടാത്തത് ഡൽഹി സർവകലാശാലയും ശാന്തി നികേതനുമാണ്. ഉൾപ്പെടുന്നവ ഏതൊക്കെ? ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ, ഡൽഹി. ഇപ്പൊ നിസ്സഹകരണ സമരത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കില് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്?
കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഇപ്പൊ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ നിസ്സഹകരണ സമരത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണെന്ന് ഓർക്കുക. നിസ്സഹകരണ സമരത്തെ പറ്റി PSC ചോദിക്കുന്ന സ്ഥിരം ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാ? നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര ഇൻസിഡന്റ്. ചൗരി ചൗര ഇൻസിഡന്റ്. എന്താ ഈ ചൗരി ചൗര സംഭവം? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീയിട്ട് ആക്രമിച്ചു. അതിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ ദാരുണ സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് എപ്രകാരമാണ് അഭിപ്രായപ്പെട്ടത്? പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇപ്രകാരം പറഞ്ഞത്. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞതാരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. അപ്പൊ ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചു 1923. ഏതാ ആ പാർട്ടി? സ്വരാജ് പാർട്ടി. അപ്പൊ സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം 1923. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? മോത്തിലാൽ നെഹ്റുവും CR ദാസും. മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് എന്ന് ഓർക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്തേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.